ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറെ ഒന്നല്ല, ദുൽഖർ സൽമാൻ്റെ ഇനി വരാൻ പോണ പടങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് ആണ്. അതിലത്തെ ഫസ്റ്റ് വരാൻ പോണ പടം എന്ന് പറയുന്നത് കാന്ത എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. ഈ പടം സെപ്റ്റംബർ 12 റിലീസാവുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ടീസർ ഈ ജൂലൈ 28 ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേക്ക് വരും എന്നുള്ള കേൾക്കുന്നുണ്ട്. നോക്കി നോക്കാം. പിന്നെ കഴിഞ്ഞാൽ റിലീസിനെത്തും തോന്നുന്നത് ലോക എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. എന്നുവെച്ചാൽ ദുൽഖർ സൽമാൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള വെഫർ ഫിലിംസ് എടുക്കുന്ന യൂണിവേഴ്സായി തുടങ്ങാൻ പോകുന്ന പടം ലോക ചാപ്റ്റർ 1 ആണ് പേര് കൊടുത്തിട്ടുള്ളത്. ദിൽ നസ്ലനും കല്യാണ പ്രിയദർശനാണ് മെയിൻ കഥാപാത്രം. പക്ഷേ ടോവിനോ തോമസും ദുൽഖർ സൽമാനും ഇതിൽ ക്യാമിയോ ചെയ്യേണ്ടത് കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിന്റെ റിലീസായി പറഞ്ഞു കേൾക്കുന്നത് ഓഗസ്റ്റ് 28 ഈ പടത്തിന്റെയും ടീസർ ഈ ജൂലൈ 28 പുറത്തിറക്കാൻ പ്ലാനിങ് ഉണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് വരാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ നീണ്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കി നോക്കാം. പിന്നെ കഴിഞ്ഞാൽ ദുൽഖർ സൽമാന്റെ റിലീസിനെത്തും തോന്നുന്നത് ആകാശം ലോകട്ടാര എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. ഈ പടത്തിന്റെ ഗ്ലിംസ് എന്തായാലും ഈ ജൂലൈ 28 ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ മലയാളത്തിൽ നിന്ന് ഒരാളുടെ ഐ ആം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. നെഹാ സിദ്ധാർത്ഥ് ദുൽഖർ സൽമാനെ വെച്ചെടുക്കുന്ന പടം. കുറെ കാലത്തിന് ശേഷം വരുന്ന മലയാള പടമാണ്. ഇതിന് ഓൾറെഡി ഇപ്പോൾ ഹൈപ്പ് ഉണ്ട്. വമ്പൻ കാസ്റ്റും ക്രൂ ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഗംഭീരമെന്ന് പ്രതീക്ഷിക്കുന്ന പടമാണ്. ഇതിന്റെ അടുത്ത ഷെഡ്യൂൾ തിരുവനന്തപുരത്താണ് തുടങ്ങാൻ പോകുന്നത് ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട്. അത് കഴിഞ്ഞാൽ കൊച്ചി ഷെഡ്യൂളാണ് അടുത്ത മാസം ഓഗസ്റ്റിൽ തുടങ്ങാൻ പോകുന്നത്. ആ ഷെഡ്യൂളിൽ ദുൽഖർ സൽമാൻ ജോയിൻ ചെയ്തെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ജോയിൻ ചെയ്യട്ടെ. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല ആള് ഇതുവരെ നടന്ന ഷെഡ്യൂൾസിലൊന്നും. പിന്നെ അടുത്തായിട്ട് വരാളെ ലക്കി ഭാസ്കർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. ലക്കി ഭാസ്കർ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഗംഭീര വിജയമായ പടമാണ്. 100 കോടി നേടിയ ആളുടെ ഫസ്റ്റ് പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം തന്നെയാണ്. അത് കഴിഞ്ഞാൽ കലി എന്ന പടത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സമീർ താഹിറും ദുൽഖർ സൽമാനും കൂടിയിട്ടുള്ള ഒരു പടം വരുന്നതിനുള്ള കേൾക്കുന്നുണ്ട്. സമീർ താഹിർ ദുൽഖർ സൽമാനെ പടം എടുക്കുന്ന രീതിയിൽ. പിന്നെ കൂടാതെ സൗബിൻ ഷാറും ദുൽഖർ സൽമാനും ഒന്നിക്കുന്നുണ്ട്. സൗബിൻ ഷാർ ഓൾറെഡി ഡയറക്ഷൻ ചെയ്യുന്ന രീതിയിൽ ഓതിരം കടക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പടം അനൗൺസ് ചെയ്തു തരും. പക്ഷേ ഈ പടം അല്ല വരാൻ പോകണമെന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ കഴിഞ്ഞാൽ മാർട്ടിൻ പ്രകാട്ട് ദുൽഖർ സൽമാനെ വെച്ചിട്ട് ചാർലി എന്ന് പറഞ്ഞ പടത്തിന് ശേഷം വീണ്ടും പടം ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ പറഞ്ഞു കേൾക്കുന്നത് പശ്മീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാശ്മീറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കഥ ആയിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിന്റെ സംഭവം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അമൽ നീരദിന്റെ പടത്തിൽ മമ്മൂട്ടിയും ദുൽഖറും കൂടിയിട്ട് വരും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിന്റെ സംഭവം എന്താണെന്നുള്ള അറിയത്തില്ല. പിന്നെ അമൽ നീരദ് ദുൽഖറിനെ വെച്ചിട്ട് പടം എടുക്കുന്നുണ്ടെന്നുള്ള കേൾക്കുന്നുണ്ട്. അതിന്റെ കാര്യം അറിയത്തില്ല. വരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ പ്രവീൺ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ആള് ദുൽഖർ സൽമാനെ വെച്ചിട്ട് പടം എടുക്കുന്നുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള ഐ എം ഗെയിം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പൂജ അഗ്ഡൻ ആയിട്ടുള്ള പടം എന്നുള്ളതാണ് കേൾക്കുന്നത്. SLV സിനിമാസ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നുവെച്ചാൽ ശ്രീലക്ഷ്മി വെങ്കടേശ്വര സിനിമാസ് അത് കൺഫേം ആയ സംഭവമാണ്. ബാക്കിയുള്ളതൊക്കെ എപ്പോൾ വരും എങ്ങനെ വരും എന്നുള്ളതൊന്നും അറിയത്തില്ല. എന്തായാലും ഇതൊക്കെയാണ് പടങ്ങൾ വരാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായി സ്പെഷ്യൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.